നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. വളരെ വ്യത്യസ്തമായ ഒരു അവസരം, ഒരു പഠന അവസരം, അതിനോടൊപ്പം ഒരു തൊഴിലവസരം എന്നുകൂടി പറയാം. അത്തരത്തിലുള്ളൊരു അവസരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ പാർലമെൻറ്റ്, നമ്മളുടെ ഭരണസിരാകേന്ദ്രം, രാജ്യത്തിൻ്റെ ഭരണസിരാകേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. ഇന്ത്യയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും എത്തിയ MP-മാർ കൂട്ടായി ഭരണ സംവിധാനം നിയന്ത്രിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിനുള്ളിൽ അതിൻ്റെ ഭാഗമായി മാറി MP-മാരോടൊപ്പം ചേർന്ന് ഇന്ത്യയുടെ നയ രൂപീകരണ പദ്ധതികളിലൊക്കെ ഒരു ഭാഗമാകാനും നിങ്ങളുടേതായ ഒരു കൈമുദ്ര അവിടെ പതിപ്പിക്കാനുമുള്ള ഒരവസരം. വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഗ്രാബ് ചെയ്യാം. വളരെ വ്യത്യസ്തമായ, വിചിത്രമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ലാംബ് ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ഉള്ള ഒരവസരമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ താമസിച്ച് MP-മാരോടൊപ്പം പ്രവർത്തിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ നയരൂപീകരണ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായി നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് ലാംബ് ഫെലോഷിപ്പിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമുണ്ട്. അവരുടെ പേര് PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്നുള്ളതാണ്. അവർ 2025-26 അക്കാഡമിക് ഇയറിലേക്ക് ഉള്ള ലാംബ് സ്കോളർഷിപ്പിനാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. ലാംബ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ് ടു മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് എന്നാണ്. ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ് ടു മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ MP-മാരുടെ ഒരു അസിസ്റ്റൻ്റായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു MP-യുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ആ പാർലമെൻറ്റിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്ന MP-യുടെ പാർലമെൻറ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാകാം, അവരുടെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകാം, പാർലമെൻറ്റ് ഉന്നയിച്ച കാര്യങ്ങളാകാം, അതിൻ്റെ റിസൾട്ട് വന്നതാകാം, മന്ത്രി തന്ന മറുപടിയും ആയി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതാകാം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഉത്തരവാദിത്തമായി ചെയ്യേണ്ട ഒരു അവസരമാണ് നിങ്ങൾക്കിതിലൂടെ, ഈ ഒരു ഫെലോഷിപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് ഏതാണ്ട് 10 മുതൽ 11 മാസത്തെ ഫെലോഷിപ്പാണ്. പാർലമെൻറ്റിൻ്റെ വരുന്ന മൺസൂൺ സെഷനിൽ ഇത് ആരംഭിക്കും. അതിനുശേഷം ബഡ്ജറ്റ് സെഷനോട് കൂടി അവസാനിക്കും. അപ്പോൾ ഏതാണ്ട് 10 മുതൽ 11 മാസം നിങ്ങൾ ഡൽഹിയിൽ താമസിച്ച് നിങ്ങളൊരു MP-യെ അസിസ്റ്റ് ചെയ്ത് പാർലമെൻറ്റിൽ തന്നെ പ്രവർത്തിച്ച് ഉള്ള ഒരു പരിചയം നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു അവസരം ഇതിനകത്തുണ്ട്. ഏതാണ്ട് 23,000 രൂപ സ്റ്റൈഫൻഡ് നേടാനുള്ളൊരു അവസരമുണ്ട്. ഒരു ബാച്ചിൽ 50 പേരെ ഇവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മികച്ച അവസരമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് മനസ്സിലാക്കി ഇത് എങ്ങനെ ഇതിലേക്ക് എൻട്രി നേടാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനിയും ഈ പദ്ധതി ലാംബ് ഫെലോഷിപ്പ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, യുവജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നമ്മളുടെ ഭരണസിരായന്ത്രത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൽ യുവജനങ്ങൾക്ക് പങ്കാളിത്തം കൊടുക്കുക, അവരെ ഈ മേഖലയിലേക്ക് ഒന്ന് ഇൻഡക്റ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ലാംബ് സ്കോളർഷിപ്പ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പാർലമെൻറ്റിലെ ഈ MP-മാരുടെ മുഴുവൻ അവർ ചെയ്യുന്ന നടപടിക്രമങ്ങൾ, കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ പ്രധാന ചുമതലകളിലെല്ലാം അവർക്കൊരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുക, അവരുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിനകത്തുണ്ട്. ഇതുകൂടാതെ ഭരണഘടനാപരമായിട്ടുള്ള കുറേ പഠനങ്ങൾ, അതെല്ലാം നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടത്, പാർലമെൻറ്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറേയധികം പഠനങ്ങളും ഈ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഈ പ്രോഗ്രാം ഡ്യൂറേഷനിൽ നടക്കും. അപ്പം ഏകദേശം ജൂൺ പകുതിയോടുകൂടിയായിരിക്കും ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുക. ആദ്യത്തെ ഒരു മാസം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് ഒരു മാസത്തെ ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും നിങ്ങളെ ഒരു ഫെലോ ആയിട്ട് ഒരു MP-ക്ക് അസിസ്റ്റ് ചെയ്യാനായി നിങ്ങളെ നൽകുക. അപ്പോൾ ആദ്യത്തെ ഒരു ചെറിയ പഠന കാലയളവിൽ നിങ്ങൾക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും പാർലമെൻ്ററി അഫയേഴ്സിനെ കുറിച്ചും ഒക്കെ ഒരു ക്ലാസ് ഇൻഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ ഒരു MP-യുടെ അസിസ്റ്റ് ചെയ്തുള്ള ഒരു ജോലിയായിരിക്കും പിന്നീടുള്ള ഒരു 10 മാസത്തോളം നിങ്ങൾ പ്രവർത്തിക്കുക. ഇനി ഇതിനകത്ത് കുറേയധികം ലേണിങ്ങിനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. കാരണം ഒരു MP-യെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ പാർലമെൻ്ററി അഫയേഴ്സിൽ നിങ്ങൾക്ക് നല്ലൊരു ലേണിങ് അതിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ റിസർച്ച് മേഖലയിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഗവേഷണ മേഖലയിൽ പ്രത്യേകിച്ച് ഡെമോഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട, ജനാധിപത്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ, അതുപോലെ തന്നെ ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ് പോലത്തെ കാര്യങ്ങൾ, പിന്നെ MP-മാർ സാധാരണ പാർലമെൻറ്റിൽ ഉന്നയിക്കാറുള്ള ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട ചോദ്യമാകാം, ജനറൽ രാജ്യത്തിൻ്റെ അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാകാം. അപ്പോൾ ഇത് പലതരം സ്റ്റാർ ഇട്ട ചോദ്യങ്ങൾ, സ്റ്റാർ ഇല്ലാത്ത ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, പാർലമെൻ്ററി
കാര്യ സംവിധാനം എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ ബില്ലുകളുടെ നേരെ നടക്കുന്ന ചർച്ചകൾ കാണും, പാർലമെൻറ്റിൽ പുതിയ ബില്ലുകൾ വരും. അപ്പോൾ ആ ചർച്ചകളുടെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ആ എം പിക്ക് വേണ്ടുന്ന എന്തൊക്കെ അഡീഷണൽ ഡീറ്റെയിൽസ് വേണം, അതിനുവേണ്ടിയുള്ള റിസർച്ച്, ഇതെല്ലാമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ചിലത്. ഇത് കൂടാതെ, ഇത് ഡൽഹിയിലെ പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്, ഇത് കൂടാതെ ഒരു എം പിയെ സംബന്ധിച്ച് ആ എം പിയുടെ നിയോജകമണ്ഡലമുണ്ട്. ഇപ്പം നമ്മളുടെ കേരളത്തിലൊരു എം പി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഡൽഹിയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലം കേരളത്തിലൊരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ആ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട ചില ഫിഗേഴ്സ് വേണ്ടി വരും. ഉദാഹരണത്തിന് എത്ര തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ആ നിയോജകമണ്ഡലത്തിലുണ്ട്. തിരുവനന്തപുരം നിയോജകമണ്ഡലം ഉദാഹരണം എടുക്കാം. അപ്പോൾ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൻ്റെ എം പിയാണ്, അദ്ദേഹത്തെയാണ് നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്ര തൊഴിലില്ലായ്മ ഉള്ളവരുണ്ട്, അതിലെത്ര പേര് ഡിഗ്രി ഉള്ളവരാണ്, അതിലെത്ര പേർക്ക് PG ഉണ്ട്, എത്ര പേർക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസിലോ അതിലധികമോ ഉള്ളവർ ഇപ്പോൾ തൊഴിലില്ലാതെ നിൽക്കുന്നവരുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില കണക്കുകൾ ഉണ്ടാക്കി അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ എം പിമാർ പാർലമെൻറ്റിൽ സംസാരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വിവരശേഖരണം, അടിസ്ഥാന റിസർച്ച്, അതായത് ഡൽഹിയിലുള്ള പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടതല്ല, നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ടതും ഇതിൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്, ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയറിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പ്രൊവൈഡഡ് നിങ്ങൾ ഈ ഫെലോഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോഴ്സ് തീർന്നിരിക്കണം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ അപേക്ഷിക്കാം. 25 വയസ്സ് പ്രായപരിധിയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. 25 വയസ്സെന്ന് പറയുമ്പം 1999 ജൂൺ 1 അതിന് ശേഷമോ ജനിച്ചവരായിരിക്കണം. അപ്പോൾ ജൂൺ 1 1999 ശേഷം ജനിച്ചവർ, അതായത് 25 വയസ്സ് ക്രോസ് ചെയ്യാത്തവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ ഏജ് ഗ്രൂപ്പ് കറക്റ്റായിട്ടൊന്ന് എൻഷുർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിലൂടെയുള്ള കരിയർ മേഖലയെക്കുറിച്ചും കൂടെ നമുക്കൊന്ന് ആലോചിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ജീവിതത്തിൽ ഭയങ്കരമായ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം എക്സ്പോഷർ ആയിരിക്കും നൽകുക. കാരണം പാർലമെൻറ്റിൽ നിങ്ങൾ ഒരു 10 മാസം അതിൻ്റെ അകത്തളങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ, അത് ചെറിയൊരു നേട്ടമല്ല. പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി, മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്കൊരു സാഹചര്യവും ഒരു അടുപ്പമോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഒക്കെ ഉണ്ടാകാൻ പോലും സാധിക്കാവുന്ന ഒരു അവസരമാണ്. കാരണം 10 മാസം നിങ്ങൾ പാർലമെൻറ്റിലെ തന്നെ ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയായിരിക്കും. ധാരാളം എം മായിട്ടുള്ള ബന്ധങ്ങൾ, ധാരാളം എന്താ പറയുന്ന പൊളിറ്റിക്കൽ ബിഗ് ഷോട്ട്സുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു അവസരമാണ്. പക്ഷേ അതൊന്നുമല്ല ഇതിൻ്റെ യഥാർത്ഥ അവസരം. നിങ്ങൾക്കൊരു സിവിൽ സർവീസ് നോട്ടമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള സിവിൽ സർവീസ് മെയിൻ പരീക്ഷയ്ക്കും പ്രിലിംസ് പരീക്ഷയ്ക്കും ഒക്കെ ഈ ഭരണഘടനാ കാര്യങ്ങളും പാർലമെൻ്ററി അഫയേഴ്സും ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഈ പാർലമെൻറ്റിലുള്ള നിങ്ങളുടെ ഒരു പ്രവർത്തനം കൂടെ വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരു ലോങ് ടേം കരിയറിൽ സിവിൽ സർവീസ് പോലെയുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IPS, IRS, IFS പോലെയുള്ള കേഡറുകളിലേക്ക് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഒരാളാണ് എങ്കിൽ അതിലേക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഗൈഡ് ലൈനായിട്ട് ഈ അവസരം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി മറ്റ് ചില അവസരങ്ങൾ കൂടെ ഉണ്ട്, അതുകൂടി ഞാൻ നിങ്ങൾക്കൊന്ന് സൂചിപ്പിച്ചു തരാം. ഒരുപക്ഷെ കോഴ്സിന് ശേഷം വലിയ യൂണിവേഴ്സിറ്റികളിൽ, ഡിഗ്രി കോഴ്സിന് ശേഷം വലിയ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് പ്ലാൻ ഉള്ളവരുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇത്തരം പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവർ ഹാർവേഡ്, കൊളംബിയ, ഓക്സ്ഫോർഡ്, അതുമല്ലെങ്കിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, അതുപോലെ IITകൾ, IIMകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള അഡ്മിഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു അഡീഷണൽ പരിഗണന കിട്ടും എന്നോർക്കുക. കാരണം ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തവർക്ക്, ഈ ഒരു ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അത് വലിയ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു അവസരമായി മാറും എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. അതുപോലെ തന്നെ മറ്റ് ചില അവസരങ്ങളുള്ളത് പബ്ലിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പബ്ലിക് പോളിസികൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിദേശ എംബസികളിലേക്കുള്ള ജോലി, വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട ഇൻ്റർനാഷണൽ ഡിപ്ലോമസി, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇതൊക്കെയായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാംസ് കഴിഞ്ഞവരെ അവർ ഒരുപാട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനിയും ആപ്ലിക്കേഷനെക്കുറിച്ച് അല്ലെങ്കിൽ സെലക്ഷനെക്കുറിച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് നിങ്ങളുടെ ബയോഡേറ്റ, നിങ്ങളുടെ റെസ്യൂമെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസ്യൂമെ അയച്ചു കൊടുക്കണം. അതുകൂടാതെ 2 essays പ്രിപ്പയർ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. 2 essayകൾ പ്രിപ്പയർ ചെയ്യണം. ഒന്നാമത്തെ essay എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നു, ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഫെലോഷിപ്പ്, ലാംബ് ഫെലോഷിപ്പ് തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ലോങ് ടേം പ്ലാൻ എന്തൊക്കെയാണ്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിന് ഹെൽപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ഒരു പ്രബന്ധം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തെ ഒരു എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ
കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നയരൂപീകരണം, ഇൻ്റർനാഷണൽ പോളിസി മേക്കിംഗ്, ഇന്ത്യയുടെ വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ച് നിങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു പ്രബന്ധം. ഈ 2 കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷനോടൊപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റ്. ഈ 2 ഡോക്യുമെൻറ്റ്സും പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതാണ്ട് 500 വാക്കുകളിൽ നിൽക്കുന്ന രീതിയിലുള്ളതായിരിക്കണം ഈ ഓരോ പ്രബന്ധവും. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അതിൽ നിന്ന് അവരൊരു ഓൺലൈൻ ഇവാലുവേഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ഇവാലുവേഷൻ 2025 ജനുവരി 5-നായിരിക്കും നടക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിനകത്ത് ഫൈനലൈസ് ചെയ്യുന്നവർക്ക്, അതായത് ആദ്യം നിങ്ങൾ ഈ പ്രബന്ധം അയച്ച അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ എഴുതി അയച്ചു കൊടുക്കണം. ആ അയച്ച ആർട്ടിക്കിളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഫൈനൽ സെലക്ഷനിലേക്ക് എത്തിച്ചേരുക. ഫെലോഷിപ്പിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കോമഡേഷൻ നിങ്ങൾ സ്വന്തമായി കണ്ടെത്തണം. നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള ഒരു എമൗണ്ട് അവർ തരുന്നതാണ്. അപ്പോൾ ആ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. 23,000 രൂപയാണ് സ്റ്റൈഫൻഡ്. പക്ഷേ താമസം നിങ്ങൾ സ്വന്തമായി കണ്ടെത്തണം, അല്ലാതെ അവർ അക്കോമഡേഷൻ നിങ്ങൾക്ക് തരുന്നില്ല. എന്നാൽ മാസം 2 ദിവസം അവധി എടുക്കാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഏതാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, നിങ്ങൾ മറ്റേതെങ്കിലും ഇൻറ്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്കുള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം, ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറയും, നിങ്ങളൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റാണ്, നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ റിലേഷൻസും ഒക്കെ ആയി നല്ല താല്പര്യമുള്ളൊരു വിദ്യാർത്ഥിയാണ്, അതുപോലെ തന്നെ ഈ ഇന്ത്യൻ നയരൂപീകരണ സംവിധാനങ്ങളുമൊക്കെയായി നിങ്ങൾക്ക് നല്ലൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, ഫ്യൂച്ചറിൽ ഒരു മാനേജ്മെൻറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ സിവിൽ സർവീസ് ലെവലിലുള്ള ഒരു കരിയറിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങളുടെ കരിയറിലെ ഒരു വഴിത്തിരിവ് തന്നെയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സമയം ഒട്ടും കളയാതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡിസംബർ 21 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് ഇട്ടേക്കാം, അങ്ങോട്ടേക്ക് കയറി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും 2-ലധികം വീഡിയോസ് ഇത്തരത്തിൽ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പല വ്യത്യസ്തമായ കരിയർ അവസരങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നേരിട്ട് നിങ്ങളിലേക്ക് തന്നെ എത്തും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.